ഓണപരീക്ഷയുടെ ഡേറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൺഫ്യൂഷൻസും അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. അതിനൊക്കെ വിരാമമിട്ട് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഡേറ്റിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തിക്കണം. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട, ലൈക്ക് അടിക്കാനും കേട്ടോ. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ് കിടക്കുന്നത്? നമ്മൾ പൊതുവെ എക്സ്പെക്ട് ചെയ്തിരുന്നത് സെപ്റ്റംബർ 4 പരീക്ഷ. പക്ഷേ ഒരു ദിവസം മുന്നേ ആക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ 3 മുതൽ സെപ്റ്റംബർ 12 വരെയാണ് പരീക്ഷ വരുന്നത്. ഓക്കെ, പിന്നെ ഓണം സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഓണം വെക്കേഷനും കിട്ടും. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, പല ആളുകളും മഹാന്മാരും മഹതികളും വിചാരിച്ചിരുന്നത് ഫ്ലഡുമായി ബന്ധപ്പെട്ട്, മഴയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ദിവസങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ക്ലാസ്സുകളൊക്കെ പോയി, സ്കൂളൊക്കെ അവധിയായിരുന്നു. അപ്പോൾ ഓണപ്പരീക്ഷ എങ്ങാനും നീട്ടുമോ എന്നൊരു ധാരണ പല ആൾക്കാരുടെയും മനസ്സിലുണ്ടായിരുന്നു. അതൊന്നുമില്ല, ഒരു ദിവസം നേരത്തെ ആക്കിയിട്ടുണ്ട്. കുത്തിരുന്ന് പഠിച്ചോളേണ്ടി, ഒന്നും നോക്കണ്ട, ഏകനിലോട്ട് ഇങ്ങോട്ട് പോരേണ്ടി, നമ്മുടെ ലൈവുകളൊക്കെ കാണുക, പക്ക കൂടെ നിൽക്കുക, നമ്മുടെ ആപ്പിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക, അടിച്ച് പൊളിച്ച് പഠിക്കാനും പറ്റും, നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ആദ്യമേ പറയാണ്, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അപ്പോൾ ഓണം എക്സാമിനേഷൻ്റെ പുതിയ ഒരു സ്ട്രാറ്റജി വേണം, അല്ലെങ്കിൽ ഒരു സ്റ്റഡി ടൈം ടേബിളൊക്കെ വേണം എന്നുള്ളവരൊക്കെ താഴെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പറയണം. എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും, നല്ല പുതിയ നമ്മൾ പറയുക ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഒരു സ്റ്റഡി പ്ലാനൊക്കെ ഉണ്ടാക്കി തരും. അപ്പോൾ അത് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഈസിയായിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ താഴെ രേഖപ്പെടുത്തുക, മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു, ബൈ.